കുറച്ച് നായ്ക്കളെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ മുന്നിലിട്ട് യോഗം നടത്തിയായിരുന്നെങ്കിൽ മാനം മര്യാദയായി മര്യാദ രാമന്മാരായി തെരുവ് നായ്ക്കളെല്ലാം തിരികെ പോയാനെ എന്നാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം. അലങ്കോലമാക്കിയെന്ന് പറയുന്നത് അവരുടെ അഭിപ്രായം. ഇതിന് കാരണം സ്റ്റേജിൽ വെച്ച് അവരുടെ ഒരു പ്രതിനിധി, ഒരു വെറ്ററിനറി ഡോക്ടർ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്റ്റേജിൽ കയറി ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് ഞാനാണ്. അതിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇമോഷണലായി. ബിക്കോസ് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തെറ്റായിരുന്നു. അതിന് എഗൻസ്റ്റ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ആ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ആൾക്കാർ ഒച്ചയും ബഹളം ഉണ്ടാക്കി മുന്നോട്ട് വന്നു. അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതരുത് എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതുപോലെ കടിക്കാൻ വരുന്ന പേപ്പട്ടിയോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊരു പുതിയ ചൊല്ലിനുകൂടി സ്കോപ്പ് കാണുന്നുണ്ട്. ചിത്രമിത്രത്തിൽ ഒരിടവേള.